സോ ഇന്ന് നമ്മൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ നമ്മുടെ മലയാളത്തിൽ എത്തിയിട്ടുണ്ട്. ഗഗനാചാരി എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ചിത്രത്തിന്റെ ഡയറക്ഷൻ അരുൺ ചന്തുവാണ്. സിനിമയിൽ ഗണേഷ് കുമാർ, ഗോകുൽ സുരേഷ്, അജു വർഗീസ്, അനാർക്കലി തുടങ്ങിയവരാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. സിനിമ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഫ്യൂച്ചറാണ്. ഒരു 2040 ശേഷമുള്ള ഒരു വർഷം. കേരളത്തിലെ സാഹചര്യങ്ങൾ തന്റെ കാഴ്ചപ്പാടിലൂടെ കാണിക്കുകയാണ് സംവിധായകൻ. അത് കുറച്ചുകൂടെ ഹ്യൂമറസ് ആയിട്ടും കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള മേക്കിംഗ് കൊണ്ടും സിനിമ കാണിച്ചിട്ടുണ്ട്. സിനിമയിലേക്ക് ഒരു ഏലിയൻ ഇവരുടെ ലൈഫിലോട്ട് എത്തുന്നതാണ്. നമ്മുടെ ഒരു ക്യാപ്റ്റനാണ് വിക്ടർ, ഗണേശാണ് റോൾ ചെയ്തിരിക്കുന്നത്. പുള്ളി അടുത്ത കാലത്ത് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ വളരെയധികം രസിപ്പിച്ച ക്യാരക്ടർ അടുത്ത കാലത്ത് എന്നല്ല പുള്ളിയുടെ കരിയറിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഞാൻ കണ്ടതിൽ എനിക്ക് ഓർക്കുന്നില്ല. പിന്നെ ഒപ്പമുള്ള അജു വർഗീസ് ആയാലും ഗോകുൽ സുരേഷ് ആയാലും ആ സിനിമയിൽ കുറച്ച് നമുക്ക് തോന്നും ഓവർ ആക്ടിങ് അല്ലേ തോന്നും. പക്ഷെ ആ സിനിമയോടുള്ള താളത്തിനൊത്തുള്ള ഒരു അഭിനയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരിലേക്ക് ഒരു ഏലിയൻ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് സിനിമ സംസാരിക്കുന്നത്. ത്രൂ ഔട്ട് ഈ കഥ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിങ്ങിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള ഡയലോഗ്സും ഇപ്പോഴത്തെ വർത്തമാന കാലത്തിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങൾ ഭാവിയിലൊക്കെ സംഭവിക്കാമെന്നുള്ള ഒരു ആക്ഷേപഹാസ്യം എന്ന രീതിയിലും കുറേയധികം ഡയലോഗ്സ് നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളായാലും പാരിസ്ഥിതിക സാഹചര്യങ്ങളായാലും എല്ലാം സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ത്രൂ ഔട്ട് അങ്ങനെയാണ്. പിന്നീട് സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് VFX ആണ്. ചുരുങ്ങിയ ബഡ്ജറ്റിലാണ് പുള്ളി ചെയ്തേക്കുന്നത്. എനിക്കാണ് അരുൺ ചന്തു പുള്ളിക്ക് ഒരു കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ കുറച്ചുകൂടെ നല്ല ലെവൽ മേക്കിങ്ങും കുറച്ചുകൂടെ മികച്ചതാക്കാൻ സാധിക്കുമായിരുന്നു എനിക്ക് തോന്നി. കാരണം സിനിമ ചിലയിടങ്ങളിലൊക്കെ ജസ്റ്റ് ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഫീല് എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ അങ്ങനെ ഒരു തോന്നി. എന്തോ ഒരു പടം ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു അങ്ങനെ ഒരു തോന്നൽ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ സുഹൃത്തുക്കളുമായിട്ടാണ് പോയി കണ്ടത്. അതിൽ രണ്ടുപേർക്കും ഏകദേശം ഒരേ അഭിപ്രായമായിരുന്നു. ഒരാൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ള ഫസ്റ്റ് ഹാഫും തോന്നി. മറ്റേ ആൾക്കാണെങ്കിൽ ഒട്ടും കണക്ട് ആകാത്ത ഒരു മൂവി ആയിട്ടാണ്. പുള്ളി എന്ത് പ്രതീക്ഷ വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ അതും കൂടെ നമ്മൾ നോക്കണം. കാരണം ഒരു സിനിമയുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ കാരണം പറയാൻ കാരണം ഒരു സിനിമ തിയേറ്റർ റിലീസിന് ശേഷം OTT വന്നതിന് ശേഷം വളരെയധികം ട്രോൾ മെറ്റീരിയലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ സിനിമ എങ്ങനെ ഓടി അല്ലെങ്കിൽ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം അത് ഒരു നമ്മൾ കയറുന്ന തിയേറ്റർ, അവിടുത്തെ ക്രൗഡ്, ഇതെല്ലാം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് എല്ലാം സിനിമയെ ബാധിക്കുന്ന തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില സിനിമകൾ അതിനപ്പുറത്തേക്ക് അതിന്റെ മേക്കിങ്ങിലും അതിലും ശ്രദ്ധ വയ്ക്കും. അപ്പൊ തിരിച്ചു വരാം ഈ സിനിമയിലോട്ട്. ഗഗനാചാരി എന്നുള്ള എല്ലാവരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഗണേഷ് കുമാർ ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു കരിയറിൽ നല്ലൊരു റോൾ ചെയ്തു. ഗോകുൽ സുരേഷ്, അജു വർഗീസ്, അനാർക്കലിന്റെ ഒരു മിസ്റ്റേറിക്കൽ ആയിട്ടുള്ള മാനർസും കാര്യങ്ങളൊക്കെ നന്നായി തന്നെ വർക്കായിട്ടുണ്ട്. പിന്നെ ഒരു രസമുണ്ട് സിനിമ കണ്ടിരിക്കാൻ. പക്ഷെ അങ്ങനെ ഒരു ഗംഭീര സിനിമയൊന്നുമല്ല. ഇത്തിരി വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഒരു കൗതുകത്തോടെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കൊച്ചു സിനിമയാണ് ഗഗനാചാരി. സിനിമയിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് അനാർക്കലി നാസർക്ക് ശബ്ദം നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. ആ സൗണ്ട് വന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ചിരി ഉണർത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. തീർച്ചയായും അത് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഗഗനാചാരി വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കൊരു കൊച്ചു വെറൈറ്റി സിനിമയാണ്. അധികമൊന്നും പ്രതീക്ഷിക്കാതെ പോയി കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം രസിച്ച് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് ഗഗനാചാരി.